സോ ബോയ്സ് ആൻഡ് ഗേൾസ്, പുതിയ വ്ലോഗിലേക്ക് ഷോർട്ട് വ്ലോഗ്. ഞാനല്ല, നീ എനിക്ക് വയ്യ ഓടിക്കാൻ. എൻ്റെ പൊന്നു മോനെ, എനിക്ക് വയ്യ. എനിക്ക് വയ്യ, ഞാൻ ഓടിക്കത്തില്ലേ. ഇവിടെ വണ്ടി ഓടിക്കാൻ ആർക്കും വയ്യ. ഇതെന്ത് പടാ ഇത്? ഞാൻ ഓടിക്കത്തില്ല കേട്ടോ. കൊണ്ടുപോയി മേടിച്ചിട്ടുണ്ടല്ലോ. സോ നമ്മുടെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയുണ്ട് നോക്കട്ടെ. റപ്പായിയുടെ മിൽക്ക് ഷേക്ക്. അപ്പോൾ നമ്മൾ അടൂർ പോവാണ്. എനിക്ക് 2 ടീഷർട്ട് മേടിക്കണം. സ്റ്റുഡിയോയിൽ പോവാം. സ്റ്റുഡിയോ, ട്രെൻഡ്സ്, മാക്സ്, ഇവിടെ 3 പോകും. ഞങ്ങൾ 3 പേരുമാണുള്ളത്. നമുക്ക് പോയിട്ട് നോക്കാം. നല്ല ടീഷർട്ട് ഉണ്ടെങ്കിൽ 2 പോക്കണം. മറ്റന്നാളൊരു ഫംഗ്ഷൻ ഉണ്ട്, അതിനിടാൻ വേണ്ടിയിട്ടാണ് ടീഷർട്ട് എടുക്കുന്നത്. ചിലപ്പോൾ ഒരു ഷർട്ടും ഒരു ടീഷർട്ടും ആയിരിക്കും. എന്തായാലും സ്റ്റേറ്റ് ഉണ്ട്. ഇന്നോവയ്ക്കാണ് പോകുന്നത്. മോനെ ഇങ്ങോട്ട് വന്നാട്ടെ. ഞാൻ ഓടിക്കത്തില്ല, എനിക്ക് വയ്യടാ, എനിക്ക് പനിയാടാ. എടാ എനിക്ക് പനിയാന്ന്. വാ ഇങ്ങോട്ട്, നീ ഇങ്ങോട്ട് വന്നേന്ന്. എടാ വാടാ ഇങ്ങോട്ട്. എന്താടി പറഞ്ഞേ? അല്ല, നിനക്ക് ഇതേ ഉള്ളൂ ചുരിദാർ ശരിക്കും. എന്ന് പോയാലും ഇവിടെ ഈ മഞ്ഞ ചുരിദാർ മാത്രമേ എടുത്തുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിലായാലും എല്ലായിടത്തും. ബ്രോ ഇപ്പൊ വണ്ടി ഓടിക്കാൻ അറിയാമല്ലോ നിനക്ക്. അതൊക്കെ പോയാൽ മതി. അടുത്ത കീറാ, ഡൗൺ ചെയ്. ആ അങ്ങോട്ട് പോ. ഞാൻ പറയുന്ന പോലെ തന്നെ ഓടിച്ചാൽ കേട്ടോ. പിന്നെ അറിയത്തില്ല ഓടിക്കാൻ. നമ്മള് ഒരു കോൾഡ് കോഫി ഉണ്ടായിരുന്നു, അത് കുടിച്ചോണ്ടിരിക്കുക. പക്ഷെ തണുപ്പില്ല. എന്തുപടി? കുഴപ്പമില്ല. നൈസ് മഴയായിരുന്നു. പക്ഷെ മഴയൊക്കെ കഴിഞ്ഞ്. പിന്നെ 200ഓളം ഫ്രണ്ട്സ് നമ്മുടെ അടുത്ത് കഴിഞ്ഞ ദിവസം ചോദിച്ചായിരുന്നു, ഈ വ്ളോഗ് എന്താ നമ്മളിങ്ങനെ പോർട്രേറ്റ് മോഡിൽ എടുക്കുന്നത്. അതിൻ്റെ കാരണം ഇത് നമ്മൾ ജസ്റ്റ് ഫോർ മെമ്മറീസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി മുതൽ നമ്മൾ പുറത്ത് പോകുന്ന എല്ലാ വീഡിയോസും ഇതുപോലെ ഫോൺ നേരെ ആയിരിക്കും. അതെ, പോർട്രേറ്റ് മോഡിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതായിരിക്കും, പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അത് നമുക്ക് ഒരു 10 വർഷം കഴിയുമ്പോൾ കാണാൻ വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് ഇത് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട് പൈസ ഒന്നും ഏൺ ചെയ്യാനുള്ള പരിപാടി ഒന്നും നോക്കാനല്ല. അപ്പോൾ 200ഓളം ഫ്രണ്ട്സിനോട് പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഉദ്ദേശമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഫോർ കീപ്പിംഗ് മെമ്മറീസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഡൊണാവൻ്റെയൊക്കെ പള്ളി കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. മുമ്പേ നല്ല മഴയായിരുന്നു, ഇപ്പോൾ മഴയൊക്കെ മാറി പുളിമൂട് അമ്പടി ക്ലൈമറ്റായിട്ട്. നമ്മളങ്ങനെ കുളങ്ങര പമ്പി വന്നു. 400 ഡീസൽ ഫുൾ ടാങ്കാണ്. 400 ഫുൾ ടാങ്ക്. എനിക്ക് ഇരുന്നടാ, എൻ്റെ ഗൂഗിൾ പേക്ക് എന്തോ ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. ഫോണിലെന്തോ ക്ലിയർ ആയോ? നമ്മൾ 400 രൂപയ്ക്ക് ഫുൾ ടാങ്ക് ഡീസൽ അടിക്കുക. 400 രൂപയ്ക്ക് ഫുൾ ടാങ്ക് ഡീസൽ. ഇതാണ് നമ്മുടെ കുളന്തറ പമ്പിൻ്റെ ഇന്നത്തെ ഡേറ്റ്. എത്ര? 27 മെയ് 2025 8 മണി 8:02 ഇന്നത്തെ അവസ്ഥ. ഇനി 10 വർഷം, അതായത് നമ്മൾ ഇന്ന് കാണുമ്പോൾ 10 വർഷം കഴിഞ്ഞല്ലോ ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ. അപ്പോൾ ഈ 10 വർഷം കഴിയുമ്പോൾ ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് അന്ന് നോക്കാം അല്ലേ. 84, എൻ്റെ 83, എൻ്റെ ഒരു 80 തരായിരുന്നു. ഇവനെ ഈ ഫോൺ വേണോ? അല്ല, ഈ ഫോണല്ല, ഈ ഫോൺ ഇവൻ്റെ ബ്ലാക്ക്, എൻ്റെ വൈറ്റ്. അത് കാണുന്നില്ല ഇതിൻ്റെ അകത്ത്. അതായത് കണ്ടോ, എൻ്റെ ഫോൺ വൈറ്റാ, ഇവന് ബ്ലാക്ക് വേണം. ഇവനോട് ഞാൻ അന്ന് പറഞ്ഞ്, മോനെ ആ ഫോൺ ഇതാ എന്നോ കേട്ടില്ല. അപ്പോൾ അവന് ഈ ഫോൺ എക്സ്ചേഞ്ച് അടിക്കണമെന്ന്. ഇപ്പോൾ തരാടാ. നമ്മളങ്ങനെ പന്തളമൊക്കെ കഴിഞ്ഞേക്കാണ് കേട്ടോ. പന്തളം മഴയൊന്നും ഇല്ല, എന്നാലും ചെറിയ ചാറ്റിൽ. പന്തളം ടൗണിലെത്തി കേട്ടോ. പന്തളം ടൗണ് ചുമ്മാ ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് വന്നുകൊണ്ടിരിക്കുക, വേറെ ഒന്നുമില്ല. അപ്പോൾ അവിടെ പോയി 2 ടീഷർട്ട് എടുക്കുമ്പോൾ ഈ വ്ലോഗ് കഴിയും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ചുമ്മാ ഇങ്ങനെ സെറ്റ് ചെയ്യിപ്പിക്കുന്നത് കേട്ടോ. വേറെ ഒന്നും വിചാരിക്കില്ലേ. പന്തളം ടൗണ് സെറ്റാണെന്നാണ് പറയുന്നത്. 8 മണിയാകുമ്പോൾ ഇവിടെ കടകളെല്ലാം അടച്ചാണ്ട പുള്ളിക്കാരനൊക്കെ പോകുന്ന കേട്ടോ. 8 മണിയാകുമ്പോൾ അടച്ചിട്ട് പോവാം. പക്ഷെ നേരെ പറഞ്ഞ് നമ്മൾ ചെങ്ങന്നൂർ ഇട്ടില്ലോ, അവിടെ ഫുൾ 24 hours ലൈവാണ് ആൾക്കാർ.
എനിക്ക് ഈ പന്തളമൊന്നും ഐ ഡോണ്ട് ലൈക്ക് പന്തളം. ഇനി ഇതിൻ്റെ അതിൽ ആരെങ്കിലും കേട്ടിട്ട് അത് നമ്മളങ്ങ് എയറിലാക്കുവാന്ന് ആക്കട്ടെ. സോ ഗൈസ്, നമ്മൾ അടൂര് ഒഫീഷ്യലി അടൂർ എത്തിയിരിക്കുകയാണ്. സ്റ്റുഡിയോ, നമുക്ക് ഫസ്റ്റ് സ്റ്റുഡിയോയിൽ കയറാം. സ്റ്റുഡിയോ കഴിഞ്ഞ ദിവസം കയറി. സ്റ്റുഡിയോ, ദിസ് ഇസ് സ്റ്റുഡിയോ ആൻഡ് ദാറ്റ് ഇസ് മാക്സ് അവിടെ. ആൻഡ് ദിസ് ഈസ് ദ പാർക്കിംഗ് ഫോർ സ്റ്റുഡിയോ ആൻഡ് ദിസ് ഈസ് സ്റ്റുഡിയോ. ദാറ്റ്സ് ഇറ്റ്. എന്തായാലും വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തിട്ട് നടന്നു കയറാം. അപ്പോൾ അടയ്ക്കാറായി. സമയം ഏകദേശം 8:25 ആയിട്ടുണ്ട്. ബ്രേക്ക് പാടെല്ലാം തീർന്നല്ലോടാ. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. എന്താ മനെ തപ്പുന്നേ? നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. അതിൻ്റെ ഫോണ് നമ്മൾ സ്റ്റുഡിയോയിലോട്ട് എന്തായാലും പോയി നോക്കാം. എന്തായാലും കിട്ടിയാൽ മതിയായിരുന്നു. പോയി നോക്കാം. ഇതെല്ലാം മഴയായിട്ട് ഭയങ്കര ചള്ളയാട്ടോ. മഴയായിട്ട് ഭയങ്കര ചള്ളയാണ് ഇവിടെ. വീഡിയോ എടുക്കുന്ന ആരെങ്കിലും മറന്നു പോകും. സ്റ്റുഡിയോയിൽ കയറിയായിരുന്നു. ഒരു ടീഷർട്ട് എടുത്തിട്ടുണ്ട്. ബില്ല് ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്. ഞാനും ചേച്ചിയും കൂടെ നേരെ മാക്സിലോട്ട് വന്നു. മാക്സ്, യെസ് ദിസ് ഈസ് മാക്സ്. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. എനിക്ക് ഷർട്ട് വേണം. അവിടെ നിന്ന് ഒരു ടീഷർട്ട് എടുത്തു. ഒരു ടീഷർട്ട് മാത്രമേ അവിടെ നിന്ന് എടുത്തുള്ളൂ. എനിക്കൊരു ഷർട്ടും കൂടെ വേണം. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഇവിടെ നിന്നൊന്നും കിട്ടിയില്ല. നമുക്ക് ഇവിടെ മാക്സ് ട്രെൻഡ്സ് ഉണ്ട്. ട്രെൻഡ്സിലൊന്ന് കയറി നോക്കാം. ട്രെൻഡ്സിലൊരു തേങ്ങക്കൊലം കാണത്തില്ല, അത് വേറെ കാര്യം. ട്രെൻഡ്സിലൊന്ന് കയറി നോക്കാം. ചെറുക്കൻ അവിടെ വന്നിട്ടുണ്ട്. ട്രെൻഡ്സ് റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോകണം. എന്താ അറിയില്ല, ഒന്നും മൈൻഡ് ബ്ലാങ്ക് ആണ്. അതുകൊണ്ട് ഒന്നും റോഡൊക്കെ അങ്ങ് ക്രോസ് ചെയ്യുക. സീബ്ര ലൈൻ നോക്കിയിട്ട് ഇടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ പൈസ എന്നാ പിള്ളേർ പറയുന്നത്. ഇവിടെ ഫ്രണ്ടിൽ കൂടെ കുളമൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നോക്കാം, ഇവിടെ കയറി നോക്കട്ടെ. നമ്മൾ അവിടെ നിന്ന് തേഞ്ഞിറങ്ങിയേക്കുവാണ്. ആകെ കിട്ടിയ ഒരു ടീഷർട്ട്. എന്ത് കാണിച്ച് ആകെ കിട്ടിയതുണ്ട് ഈ ഓറഞ്ച് കളർ ഈ ടീഷർട്ടാണ്. നൂത്ത് കാണിക്കോ? ബാക്ക് സൈഡ്, ദിസ് ഈസ് ദ ഫ്രണ്ട് ആൻഡ് ദിസ് ഈസ് ദ ബാക്ക്. ഹ്യൂമാനിറ്റി, എനിക്ക് ഇച്ചിരി ഹ്യൂമാനിറ്റി കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ ഹ്യൂമാനിറ്റിയുടെ ഓറഞ്ച് ടീഷർട്ട് എടുത്തു. ഐ ഡോണ്ട് ഹാവ് ആൻ ഓറഞ്ച് ടീഷർട്ട്, സോ ഐ ബോട്ട് ആൻ ഓറഞ്ച് ടീഷർട്ട്. സോ ഇതാണ് ആ ഓറഞ്ച് ടീഷർട്ട്. നമ്മൾ വേറെ എവിടെയെങ്കിലും മെൻസ് വെയർ ഷോപ്പ് പോലും ഉണ്ടോ നോക്കാം. എനിക്ക് ഒരു ഷർട്ട് കൂടെ വേണം. ഇവിടെ 3 കടയിൽ കയറി. സ്റ്റുഡിയോയിൽ കയറി, മാക്സിൽ കയറി, ട്രെൻഡ്സിൽ കയറി. ദെയർ ഇസ് നോത്തിങ്. അവിടെ ഒന്നുമില്ല. So we are searching for another shop. You go right, bro. Turn right. അപ്പോൾ ഗുയിസ് നമ്മൾ തേഞ്ഞ് ഒട്ടി ഇതുണ്ട് തിരിച്ച് പൊക്കോണ്ടിരിക്കുക. ഇങ്ങോട്ട് വന്നപ്പോൾ വേറൊരു ഷോപ്പിലും കയറി. അവിടെ വേറൊരു മെൻസ് വെയർ ഷോപ്പിലാണ് കയറിയ. അവിടെ ഒന്നുമില്ല. അവിടെ ഒരു ടീഷർട്ട് കണ്ട. അവരാണ് ലോകത്തില്ലാത്ത വില ഇട്ടേക്കുന്നത്. ടീഷർട്ടൊക്കെ നമുക്കൊരു മാക്സിമം സ്റ്റുഡിയോയിലൊക്കെ എത്രയാണ് ടീഷർട്ടിന്? ഒരു 100-400 രൂപയ്ക്ക് നല്ല ടീഷർട്ട് കിട്ടും. പക്ഷേ ഇവിടെ 525 രൂപയ്ക്ക് ബ്ലാക്ക് ടീഷർട്ട് കിട്ടും. പിന്നെ അത്ര റേറ്റിനുള്ള സാധനമൊന്നും ഇല്ല. അതുകൊണ്ട് ഞാനതങ്ങ് ഒഴിവാക്കി. നാളെ ഒരു ഷർട്ട് എടുക്കുന്നതായിരിക്കും. അത് ഞാൻ ബ്ലോഗ് എടുത്തില്ല കേട്ടോ. നാളെ ഞാൻ പോയി ചെങ്ങന്നൂർ ഒരു ഷർട്ട് എടുക്കും. ചെങ്ങന്നൂർ പോയാൽ നമുക്ക് സെറ്റ് ആവത്തുള്ളൂ. വെച്ചാൽ ചെങ്ങന്നൂർ ഈ സൈഡിലോട്ട് ട്രിവാൻഡ്രം റൂട്ടിലോട്ട് ഭയങ്കര നെഗറ്റീവ്. എന്താ അറിയില്ല. പക്ഷെ ചെങ്ങന്നൂർ അങ്ങോട്ട് അല്ല, ചെങ്ങന്നൂർ റൂട്ട് വീട്ടിൽ നിന്ന് ചെങ്ങന്നൂർ റൂട്ടിലോട്ട് ഭയങ്കര രസമാണ്. ഭയങ്കര പോസിറ്റീവ് വൈബ് അങ്ങോട്ട്. പക്ഷെ എനിക്ക് ഇങ്ങോട്ട് ഭയങ്കര നെഗറ്റീവാണ് തോന്നുന്നത്. അതുപോലെ പത്തനംതിട്ട സൈഡൊക്കെ ഞാൻ കളിയാക്കി പറയല്ല, എനിക്ക് തോന്നുന്ന കാര്യം ഞാൻ പറഞ്ഞത്. എനിവേ, എനിക്ക് ചെങ്ങന്നൂർ ഭയങ്കര ഇഷ്ടമാണ്. അവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇഷ്ടമല്ല. അവിടെ ഈ സൈഡൊക്കെ ഞാൻ മറ്റേ സ്കെയിലുണ്ടല്ലോ, ആ സ്കെയിലിൻ്റെ പേര് 0-1, ആ സ്കെയിലിൻ്റെ പേര് സ്കൂളിൽ പഠിച്ചായിരുന്നല്ലോ. അതുപോലെ അതായത് 0-1 ഒക്കെ ഉള്ള സ്ഥലമാണ് ഈ പത്തനംതിട്ട ഈ സൈഡൊക്കെ. +1 തൊട്ട് അങ്ങോട്ട് ഉള്ളത് നമ്മുടെ വീട്ടിൽ നിന്ന് ചെങ്ങന്നൂർ റൂട്ട്. വീട്ടിൽ നിന്ന് താഴോട്ട് ഇറങ്ങുമ്പോൾ തൊട്ട് നമുക്ക് പോസിറ്റീവ് സൈൻസ് ആയിരിക്കും. എൻ്റെ കാര്യം കേട്ടോ. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. കോഴഞ്ചേരിയിലൊക്കെ പോയി കഴിഞ്ഞാൽ 6 മണിയാകുമ്പോൾ കടക്കാരൊക്കെ കട പൂട്ടി വീട്ടിൽ പോകുന്നത് കാണാൻ പറ്റും. ഈ സമയത്തൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ കുറ്റാക്കൂരിട്ടായിരിക്കും. ഒരു വെട്ടപ്പോലും കാണത്തില്ല. അതാണ് ദാറ്റ്സ് ഇറ്റ്. അച്ഛനെ
ഞാൻ വണ്ടി എടുത്തു, കുളനില എത്തി. ഇവിടെ ഒരു ഷോപ്പിൽ കൂടെ കയറി, പക്ഷേ അവിടെയും കയറിയിട്ട് എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല മച്ചാനെ. എന്നാ ചെയ്യാനെന്ന് പറ. ഒന്ന് സ്റ്റുഡിയോയിൽ കയറി, മാക്സിൽ കയറി, ട്രെൻഡ്സിൽ കയറി, കൗബോയ് കയറി, ഇപ്പോൾ ഇവിടെ കുളനില ഷോപ്പിൽ കയറി, 5 ഷോപ്പിൽ കയറി, എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഇതുപോലെ കൊളാബ് കിട്ടുന്നുണ്ടായിരിക്കും അല്ലേ, ഒന്നും അങ്ങോട്ട് മേടിക്കാൻ തോന്നുന്നില്ല. അതുകൊണ്ട് അതുകൊണ്ട് ചപ്പാത്തി. അപ്പം നീ എന്തോ മേടിച്ചു? അതുകൊണ്ട് പൊറോട്ട മേടിച്ചു. പൊറോട്ട ഇട്ടുണ്ട്, നാളെ ഫങ്ഷന് പോകാം. ശരിയാണ്. സോ നമ്മൾ നമ്മുടെ പുതിയ ഓഫ് റോഡ് വഴിയാണ് ഇങ്ങോട്ട് വീട്ടിലോട്ട് പോകാൻ ചൂസ് ചെയ്തേക്കുന്നത്. കാറ്റൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ. മഴയ്ക്കുള്ള പരിപാടിയാണോ എന്നറിയത്തില്ല, എന്തായാലും നല്ല കാറ്റൊക്കെ ഉണ്ട്. ഓഫ് റോഡ് വഴിയാണ് പോകുന്നത്. ഇന്നോവയാണ്. ഇവൻ പറയുന്ന കേറത്തില്ലെന്നാ പറയുന്നത്. ലെറ്റ്സ് സീ. കാരണം പിന്നെ എന്തിനാ മോനെ ഈ ഓഫ് റോഡ് തേങ്ങ കുറേന്ന് പറഞ്ഞ് നടക്കുന്നേ? അണ്ണ ഇവിടെ കയറ്റിയിരിക്കും, കണ്ടോളാം. ജസ്റ്റ് മൊമെന്റം തിങ്സ്. നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ വാട്ട്സ് ഗോണ ഹാപ്പൻ. ഒരു കുഴപ്പവും ഇല്ലായിരുന്നു ഗൂയിസ്. വണ്ടി സിമ്പിളായിട്ട് ആ ടാസ്ക് ഉള്ള സ്ഥലത്ത് ക്രോൾ ചെയ്ത് കയറി, അത് ഫസ്റ്റ് ഗിയറിൽ. ദാറ്റ്സ് ഇറ്റ്. അപ്പം നമ്മുടെ ഇന്നത്തെ വ്ളോഗ്, ഷോർട്ട് വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടൂര് വരെ പോയി 5 കടയിൽ കയറി ഒരു ടീഷർട്ട് എടുത്തു. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം. ടാറ്റ.